ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഏകാന്തതയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഏകാന്തതയും ശാന്തതയും നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കുകയും നമ്മുടെ കർമ്മത്തെ ചെയ്യുവാൻ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും നമ്മെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നതാണ്. ശാന്തതയും ഏകാന്തതയും നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവും അവസാനത്തിലുമുണ്ട്. എന്നാൽ ആ ശാന്തതയുടെ യഥാർത്ഥ അർത്ഥമെന്തെന്നും നാം കാണുന്ന കാഴ്ചകൾക്ക് വ്യത്യസ്തകരമായ ഭാവവും രൂപവും എന്തെന്നും നാം മനസ്സിലാക്കുന്നത് എപ്പോഴാണോ അപ്പോൾ നമ്മുടെ ഏകാന്തമായ ചിന്തകൾക്ക് അർത്ഥമുണ്ടാകുകയും നാം നമ്മോട് തിരയുന്ന നമ്മുടെ തന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുകയും ചെയ്യും. ജീവിതത്തിൽ എപ്പോഴും നാം നമ്മുടെ ആത്മാവിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. ആത്മാവിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. കൂട്ടുകൂടി നടക്കുന്നതും നാം ഒറ്റയ്ക്ക് ഏകാന്തമായി ചിന്തിക്കുന്നതും രണ്ടും നമ്മുടെ ജീവിതത്തെ ഒരുപാട് ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വികാരങ്ങൾ തന്നെയാണ്. എന്നാൽ ഏകാന്തതയിലിരിക്കുമ്പോൾ നമുക്ക് കൂട്ടുകാരെ കിട്ടില്ല, കൂടാനോ ഒന്നും സാധിക്കത്തില്ല. എന്നാൽ ഏകാന്തതയിൽ നിന്നുള്ള ശാന്തമായ ആ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സമാധാനം നമുക്കൊരിക്കലും പുറത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ലഭിച്ചെന്ന് വരികയുമില്ല. അതുകൊണ്ട് നാം നമ്മുടെ മനസ്സിനെ തന്നെ എപ്പോഴും ശാന്തമായി വെക്കുവാൻ വേണ്ടി ആ ഒരു പരിപൂർണമായ ഏകാന്തതയിലിരുന്നു കൊണ്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളുടെ ചിന്തകളാണ് നമുക്ക് ചോദ്യവും ഉത്തരവും തരുന്നത്. അതിനാൽ ആ ചിന്തകൾക്കും ചോദ്യങ്ങൾക്കും ഒരുപാട് അർത്ഥവും മഹത്വവുമുണ്ട്. അതിനെ മനസ്സിലാക്കുകയും നാം നമ്മുടെ ഉള്ളിലെ നന്മയെ തിരഞ്ഞ് കണ്ടുപിടിക്കുകയും ചെയ്യുക. എല്ലാ വ്യക്തിയുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനസ്സാണ് നന്മ. ആ നന്മ എല്ലാവരിലും ഉണ്ട്. അത് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോഴും ആ നന്മയെ ബോധ്യമായി നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഉണർത്തിയെടുക്കാൻ കഴിയുമ്പോഴും മാത്രമേ നമ്മുടെ ആ നന്മക്ക് നമ്മുടെ ആത്മാവിൻ്റെ ഗുണമാകുവാനും നമ്മെ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ മൂല്യവും മഹത്വവും മറ്റു വ്യക്തികൾക്ക് ഒരു മാർഗദർശനമാക്കുവാനും സാധിക്കുകയുള്ളു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നന്മയെ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ പരിവർത്തനപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരാളാകുവാനും മറ്റു വ്യക്തികൾക്ക് മാതൃകയായി തീരുവാനും സാധിക്കുന്നതാണ്. അവനവൻ്റെ ഗുണങ്ങളെയും കഴിവുകളെയും വികസിപ്പിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ടാറ്റ.